നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പദ്ധതിയിൽ ചേരാൻ പ്രവാസികളുടെ ഒഴുക്ക് തുടരുകയാണ്. ജൂൺ 30-നകം ഇൻഷുറൻസിൽ ചേരണമെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതായത് പദ്ധതിയിൽ ചേരാൻ പ്രവാസികൾക്കുള്ള സമയം ഇനി 1 മാസമായി ചുരുങ്ങിയിരിക്കുകയാണ്. ഈ 1 മാസത്തിനുള്ളിൽ പദ്ധതിയിൽ ചേരാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പദ്ധതിയിൽ അംഗങ്ങളാകുക. ഈ പദ്ധതിയിൽ ചേരാതിരുന്നാൽ 400 ദിർഹം, അതായത് 8,910 രൂപ പിഴ ചുമത്തുമെന്നാണ് അധികൃതർ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. 3 തരത്തിലാണ് പ്രവാസികളിൽ നിന്ന് പിഴ ഈടാക്കുന്നത്. ഇൻഷുറൻസ് എടുക്കാത്തവരിൽ നിന്ന് പിഴത്തുക ശമ്പളത്തിൽ നിന്നോ സർവീസ് ആനുകൂല്യത്തിൽ നിന്നോ പിടിക്കും. 3 തരത്തിലുള്ള പിഴയാണ് നൽകേണ്ടത്. അതായത് ജൂൺ 30-ന് മുൻപ് പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ 400 ദിർഹമാണ് പിഴ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രീമിയം അടയ്ക്കേണ്ട ദിവസം കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞിട്ടും തുക അടച്ചില്ലെങ്കിൽ 200 ദിർഹം പിഴ ചുമത്തും. പ്രീമിയം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇൻഷുറൻസ് പരിരക്ഷയും നഷ്ടമാകും. ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന തൊഴിൽ ദാതാവിന് 20,000 ദിർഹം പിഴ ലഭിക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിന്റെ ഇടവേളകളിൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി. ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ 60% 3 മാസം വരെ നഷ്ടപരിഹാരമായി ലഭിക്കും. 1 വർഷമെങ്കിലും പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസിന് അർഹതയുള്ളൂ. ഗാർഹിക ജോലിക്കാർ, ഫ്രീ സോൺ തൊഴിലാളികൾ, നിക്ഷേപകർ, താൽക്കാലിക ജോലിക്കാർ, വിരമിച്ച പെൻഷൻ ലഭിക്കുന്നവർ, 18 വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് ഇളവുകളുണ്ട്. എങ്കിലും താല്പര്യമുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് നിലവിലെ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഒരാൾ ഒന്നിലേറെ പോളിസി എടുക്കേണ്ടതില്ല. പോളിസി എടുത്ത ശേഷം ജോലി മാറിയാലും 12 മാസം പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. 16,000 ദിർഹത്തിൽ കുറവ് ശമ്പളമുള്ളവർക്ക് മാസത്തിൽ 5 ദിർഹവും, അതായത് 112 രൂപയും, അതിൽ കൂടുതൽ ശമ്പളമുള്ളവർക്ക് 10 ദിർഹവുമാണ്, അതായത് 224 രൂപയുമാണ് പ്രീമിയം. മാസത്തിലോ 3, 6, 9, 12 മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചോ ഇത് അടയ്ക്കാവുന്നതാണ്. നിശ്ചിത തീയതി കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി തന്നെ റദ്ദാക്കും. നാമമാത്ര പ്രീമിയമുള്ള ഇൻഷുറൻസ് തൊഴിലാളികൾ സ്വന്തം നിലയ്ക്കാണ് എടുക്കേണ്ടതെങ്കിലും അതത് സ്ഥാപനങ്ങൾ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുത്തു നൽകിയാൽ മാത്രമേ മുഴുവൻ പേർക്കും ഇതിന്റെ പരിരക്ഷ ഉറപ്പുവരുത്താനാകൂവെന്ന് അധികൃതർ അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നുകിൽ ഈ തുക കമ്പനി നേരിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാം. സ്വന്തം നിലയ്ക്ക് ഇൻഷുറൻസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അറിയാത്തവർക്കും ഇത് ആശ്വാസമാകും. തൊഴിൽ നഷ്ടപ്പെട്ട 30 ദിവസത്തിനകം അനുബന്ധ രേഖകൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നൽകിയിരിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.